പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് എൻ്റെ കയ്യിലുള്ള ടോപ്പ് 10 വെറൈറ്റീസ് ഉള്ള ബോഗൺവില്ലയാണ് പരിചയപ്പെടുത്തുന്നത്. അതിലൊന്നാമത്തെ പ്ലാന്റാണ് ഈ ചിത്രത്തിൽ കാണുന്ന നല്ലൊരു വെറൈറ്റിയാണ്. 21 ജുവൽസ് എന്നാണ് അതിൻ്റെ പേര്. അത് വിരിയുമ്പോൾ തന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓറഞ്ച് കളറിൽ വിരിഞ്ഞ് ലാസ്റ്റ് കൊഴിയാൻ നേരത്താണ് ഈ ലൈറ്റ് പിങ്ക് ഷെയ്ഡിലേക്ക് വരുന്നത്. ഇത് വീര വൈറ്റ് ആണ്. വീര വൈറ്റ് എന്നാണ് ഇതിൻ്റെ പേര്. ഇതൊരു പർപ്പിൾ കളറാണ്. കറക്റ്റ് പേരറിയില്ല. ഇത് സൺറൈസ് വൈറ്റ്. നല്ല ചെടിയാണ്. ധാരാളം പൂക്കളുണ്ടാവും. നിറയെ പൂക്കളായിരിക്കും. സൺറൈസ് വൈറ്റ് ആണ്. കാണാൻ നല്ല ഭംഗിയില്ലേ? എല്ലാത്തിൻ്റെയും പേരറിയില്ല. ഞാൻ 10 മാത്രമേ പേര് പരിചയപ്പെടുത്തുന്നുള്ളൂ. ഇത് തിമ്മ റെഡ് എന്നാണ് ഇതിൻ്റെ നെയിം. തിങ്ങി നിറഞ്ഞ പൂക്കളായിരിക്കും. ലീഫുകളൊക്കെ മഞ്ഞ ഷെയ്ഡായിരിക്കും. ഇത് തിമ്മ പിങ്ക് ആണിത്. മറ്റേ തിമ്മ റെഡ്, ഇത് തിമ്മ പിങ്ക്. ഇതിൽ വൈറ്റും പിങ്കും കൂടി മിക്സഡായ പൂക്കളായിരിക്കും ഉണ്ടാകുന്നത്. ചെടിയിൽ തന്നെ വൈറ്റ് കളർ പൂക്കളും ഉണ്ടാവും. തിമ്മ റെഡ് പോലെയല്ല, ഇത് തിമ്മ റെഡാണ്. റെഡിൽ റെഡ് മാത്രമേ ഉണ്ടാവുള്ളൂ. പിങ്കിൻ്റെ കൂടെ വൈറ്റും കൂടി മിക്സ് ചെയ്തിട്ടാണ് പൂക്കൾ വിരിയുന്നത്. ഇതും ഒരു ചെടിയാണ്. അതിൻ്റെ ഐഡിയ എനിക്കറിയത്തില്ല. അതിന് വെരിഗേറ്റഡ് ലീഫാണ്. ലൈറ്റ് പിങ്ക് കളർ പൂവാണ്. ഇത് ചില്ലി വെറൈറ്റിയാണ്. നിറയെ പൂക്കളായിരിക്കും. പിങ്കാണിത്. ഇത് ഡോക്ടർ റാവു റെഡ്. അതിൻ്റെ ഐഡിയ എങ്ങനെയാണ്? നിറയെ പൂക്കളായിരിക്കും. വെരിഗേറ്റഡ് ലീഫാണ്. ഇത് ഡോക്ടർ റാവു ഓറഞ്ച് ആണ്. ഇതിനും വെരിഗേറ്റഡ് ലീഫാണ്. നിറയെ ഓറഞ്ച് പൂക്കളായിരിക്കും. കാണാൻ നല്ല ഭംഗിയാണ്. ലീഫും നല്ല ഭംഗിയാണ്, പൂക്കളും നല്ല ഭംഗിയാണ്. ഇതിൻ്റെ ഐഡിയ അറിയില്ല. ഇതൊരു പിങ്ക് കളർ പൂവാണ്. പേരറിയില്ല. ഇത് ഗോൾഡൻ സൺഷൈൻ എന്ന് പറയുന്ന വെറൈറ്റിയിലുള്ളതാണ്. പൂക്കൾ വന്നു തുടങ്ങുന്നേ ഉള്ളൂ. ഇത് ഇതിൻ്റെ പേര് എന്താ പറയുക, അതിന് സെക്കുറ എന്നാ പറയുക. സെക്കുറ എന്ന് പറഞ്ഞ ഇനത്തിൽപ്പെട്ടയാണിത്. ഇത് ബട്ടർ കപ്പ്. ഇതൊക്കെ ബഡ് ചെയ്തതാണ്. ഓൺ റൂട്ടഡ് പ്ലാന്റ് അല്ല, ബഡ് ചെയ്തിട്ടുള്ള 3 പ്ലാന്റുകളുണ്ട് ബഡ് ചെയ്തത്. ബാക്കിയെല്ലാം ഓൺ റൂട്ടഡ് പ്ലാന്റ് ആണ്. ഇത് ചില്ലി ഐസ്ക്രീം എന്നാണ് ഇതിൻ്റെ പേര്. നിറയെ പൂക്കളായിരിക്കും. ഹാങ്ങിങ് ആയി സെറ്റ് ചെയ്യാൻ നല്ല ചെടിയാണ്. ഇത് റൂബി റെഡ്. ഇതിൻ്റെ പൂവ് നമ്മൾ ബീട്രൂട്ടിൻ്റെ കളറായിരിക്കും. ഇത് പിക്ചറിൽ അത്ര ക്ലിയർ ഇല്ല. പൂവ് നല്ല ബീട്രൂട്ടിൻ്റെ കളറായിട്ടാണ് വിരിയുന്നത്. നല്ല ഭംഗിയാണ് കാണാൻ. ഇതതിൻ്റെ ചെറിയൊരു പ്ലാന്റ് ആണ്. ഇത് ബട്ടർഫ്ലൈ ഇനത്തിൽപ്പെട്ടയാണ്. ബട്ടർഫ്ലൈ പിങ്ക് എന്ന് പറയും. വെരിഗേറ്റ് ലീഫാണ്. പൂവ് ഒരു ബട്ടർഫ്ലൈൻ്റെ രൂപത്തിലുള്ളതാണ്. അതിൻ്റെ തന്നെ മറ്റൊരു പ്ലാന്റാണ് ഇത്. ഇതും ബട്ടർഫ്ലൈ തന്നെയാണ്. ഇതിൻ്റെ പൂക്കൾ കണ്ടോ? ഈ രീതിയിലാണ്. അതിൽ തന്നെ വൈറ്റ് കളറും ഉണ്ടാവും. ഒരു ചെടിയിൽ തന്നെ പിങ്കും വൈറ്റും ആയിട്ടുള്ള പൂക്കളായിരിക്കും. ഈ കമ്പിൽ വൈറ്റ് പൂവാണ്, ഇപ്പുറത്ത് പിങ്കാണ് ഉണ്ടായത്. കാണാൻ നല്ല ഹാങ്ങിങ് ആയി സെറ്റ് ചെയ്യാൻ പറ്റിയതാണ്. ഇതൊരു യെല്ലോ കളർ ഷെയ്ഡ് പ്ലാന്റാണ്. എനിക്കതിൻ്റെ പേരറിയില്ല. വളരെ പഴയ ചെടിയാണ്. ഇതിൻ്റെ ഒന്നും പേരറിയില്ല. ഇത് മഹാറ ഓറഞ്ചാണിത്. ഇത് മഹാറ റെഡ്.
മഹാറ ഇനത്തിൽപ്പെട്ട ഒരു 5 വെറൈറ്റി ഉണ്ട്. ഇത് മഹാറ വൈറ്റ് ആണ്. നല്ലൊരു ചെടിയാണ്. ഇതാണ് അതിൻ്റെ പൂവ്. ഇത് മഹാറ പിങ്ക് ആണ്, ലൈറ്റ് പിങ്ക്. പൂവില്ല. ഇതിൻ്റെ പേരറിയില്ല. ഇതിൻ്റെയും പേരറിയത്തില്ല. വെരിഗേറ്റ് ലീഫാണ്. വൈറ്റ് പൂവ് വരുമ്പോൾ വൈറ്റ് കളറാണ്, എൻഡ് ചെയ്യുമ്പോഴാണ് ഈ പിങ്ക് കളറിൽ ഷെയ്ഡ് വരുന്നത്. ഇത് ചില്ലിയാണ്, ചില്ലിയോ റെഡ്. ഇത് ഫയർ ഒപ്പാൽ എന്ന് പറയും ഇതിൻ്റെ പേര്. നിറയെ പൂക്കളായിരിക്കും. ഓറഞ്ച് കളറിലെ പൂവാണ് ഫയർ ഒപ്പാൽ. നിറയെ പൂക്കളുണ്ടായി കാണാൻ നല്ല ഭംഗിയാണ്. തീക്കട്ടയുടെ കളറായിരിക്കും. ഇത് ടാങ്ലോങ് പിങ്ക് ആണ്. ഇത് വിരിയാതൊരു പൂവായിരിക്കും. മൂടിയ പോലെയായിരിക്കും പൂവുണ്ടാവുന്നത്. നിറയെ പൂവാണ്. ടാങ്ലോങ് ഇതിൻ്റെ പേര്. മൂടിയ കളർ രീതിയിലാണ് പൂക്കൾ വിരിയുന്നത്. ടാങ്ലോങ് പിങ്ക്, ഓറഞ്ച്, യെല്ലോ അങ്ങനെ 3 ഷെയ്ഡ് ഉണ്ട്. ഇത് മഹാറാണിയാണ്. മഹാറാണി എന്നാണ് ഇതിൻ്റെ പേര്. ഇത് ബഡ് ചെയ്ത പ്ലാന്റ് ആണേ. ഇതിൽ തന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓറഞ്ച് പൂവുണ്ടാവും, വൈറ്റ് പൂവുണ്ടാവും, പിന്നെ ലൈറ്റ് പിങ്ക് ആയിട്ടുള്ളതും ഉണ്ടാവും. ഒരു ചെടിയിൽ തന്നെ 3 കളർ പൂവുണ്ടാവും. ഇതാണ് ടോപ്പ് നമ്പർ 1 വെറൈറ്റി ബോഗൺവില്ലയാണിത്. എൻ്റെ ഈ ചെടികളെക്കുറിച്ചുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കേണ്ട കൂട്ടുകാരെ.